ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ എൻ ബി ഹിയർ. ബ്ലാക്ക് നേഷൻ ടിവിയുടെ താരാവേദ എന്ന ഷോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കർണിക എന്ന സിനിമയുടെ വിഷയം നമ്മളോട് പങ്കുവെക്കാനായിട്ട് രണ്ട് സ്പെഷ്യൽ അതിഥികളാണ് നമ്മളോട് ഉള്ളത്. പ്രിയങ്ക നായർ, അന്ന. നമസ്കാരം. നമസ്കാരം. എനർജി ഒന്നുമില്ലല്ലോ നമസ്കാരത്തിന്. നമസ്കാരം. നമസ്കാരം. അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എനർജി ഇല്ലെന്നല്ലേ രാവിലെ തൊട്ട് ഇരിക്കുന്നതാ, ഇതന്നല്ലേ പറഞ്ഞോണ്ടിരിക്കണോ. ഉള്ള എനർജി ഒക്കെ പോയി, ഉള്ള എനർജി വെച്ചിട്ട് സംസാരിക്കുവാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. കർണികയാണ് പുതിയ വിശേഷം. 23rd റിലീസ് ആവുന്നു. സുഖം, നല്ല വിശേഷം. ഇത് തന്നെ വിശേഷം. വെയിറ്റിംഗ് ആണ് മൂവിക്ക് വേണ്ടിട്ട്. അപ്പൊ കർണിക ആ പേര് കേൾക്കുമ്പോ തന്നെ ഒരു എന്താ പറയാ, ഒരു ഹൊറർ മൂവി ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ട്രെയിലർ കാണുമ്പോൾ എന്തായാലും ആ ഒരു ഫീലിംഗ് അടുത്ത മിസ്റ്ററി ആണോ ഹൊറർ ആണോ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ജോണർ. എല്ലാം മിക്സ് മിസ്റ്ററി ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും പുതുമുഖങ്ങളാണ് ഉള്ളത്. താങ്കൾ ഉൾപ്പെടെ കുറച്ച് പേര് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ടുള്ളവരും ഒക്കെ ഉള്ളൂ. ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനസ്സിൽ പേടിയുണ്ടായിരുന്നു ഇവരെയൊക്കെ എങ്ങനെയായിട്ട് ജെല്ലായി പോകും എന്നൊരു ഇതിലൊന്നും? ഇല്ല, ഞാൻ പുതിയ ആൾക്കാർ ഒരുപാട് പേരുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, എനിക്കത് ഇഷ്ടമാണ്. പുതിയ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പലതും നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഷ്ടമാണ്. അപ്പോൾ നോർമലി ഞാൻ ഇത് വിക്കിപീഡിയ ഇത് ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ അഭിനയിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ആദ്യമേ വന്നത് ഈ ഫീൽഡിൽ. അയ്യോ, അങ്ങനെ പറയല്ലേ. അത് വിക്കിപീഡിയയിൽ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചേക്കുന്നത് വാസ്തവമാണോന്നില്ല. എന്നോട് ചോദിച്ചിട്ടല്ല വിക്കിപീഡിയയിൽ എഴുതുന്നേ. എനിക്കതിലൊരു പങ്കുമില്ല. അത് ഞാനായിട്ട് പറഞ്ഞ ഇന്റർവ്യൂ ആണെങ്കിൽ ഓക്കെ, വിക്കി ഞാനുമായിട്ട് ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ച് കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ കലയുമായിട്ട് തീരെ കുഞ്ഞിലെ തൊട്ടുള്ള ബന്ധമാണ്. അഭിനയം അത് കഴിഞ്ഞിട്ട് മിനി സ്ക്രീനിൽ ഒരു അവസരം വന്നപ്പോൾ മിനി സ്ക്രീനിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ. സിനിമ അങ്ങനെ നമുക്ക് വിദൂര സ്വപ്നമായിട്ട് വെക്കാനായിട്ട് എൻ്റെ ഫാമിലിയിൽ ആരും സിനിമക്കാരില്ല. പിന്നെ ഞാൻ എങ്ങനെ സിനിമ അതാരുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ സ്വപ്നം. പക്ഷെ സിനിമ ചെയ്യണം, അഭിനയിക്കണം എന്നൊക്കെ ഉള്ള എല്ലാവരിലും ഉള്ള പോലെ എന്നിലും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതെങ്ങനെ സ്വപ്നം കാണും? നമ്മൾ അവിടേക്ക് എത്താൻ നമ്മുടെ മുന്നിൽ വഴികളില്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ സിനിമകൾ ഒരുപാട് കാണും. ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് മിനി സ്ക്രീൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ മാർവനീസ് കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് IFFK നടക്കുമ്പോൾ, IFFKയിലെ ഹോസ്റ്റാണ്. ആ ഹോസ്റ്റായിട്ട് അവിടെ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് അവിടെ പോയി നിൽക്കുന്നത് തന്നെ സിനിമകൾ എനിക്ക് മാക്സിമം സിനിമകൾ കാണാലോ എന്ന് വിചാരിച്ചാ. ഞാൻ പറ്റുന്ന സമയത്തൊക്കെ പോകും. അപ്പോൾ അവിടെ നമുക്ക് സീറ്റൊന്നും കിട്ടൂല. ആകെ ചോദിക്കുന്ന ആ നിലത്തൊക്കെ അവസാനം അവിടെ ആ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. സാധാരണ നമ്മളെ ഇറക്കി വിടും. അവിടെ അങ്ങനെ സ്റ്റെപ്പിൽ ബാക്കിയുള്ളവരെ ഇരുത്തത്തില്ല, ഡെലിഗേറ്റ്സിനെ ഇരുത്തത്തില്ല. ഇത് നമ്മളെ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റും കൂടെ ആയതുകൊണ്ട് അടുത്ത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്റ്റേജിൽ കയറണമല്ലോ. അങ്ങനെയൊക്കെ അത്രയും ആഗ്രഹത്തോടെ ഫിലിം ക്ലബുകളിലും ഒക്കെ ആഗ്രഹത്തോടെ സിനിമ. അപ്പൊ അങ്ങനെ ഒരാളുടെ സിനിമ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റായി പോകും. പിന്നെ സിനിമ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു അവസരം വന്നു. പിന്നെ ഒന്നിനെ പറ്റി ആലോചിച്ചില്ല. വീട്ടുകാർക്ക് പേടിയായിരുന്നു. അത് വേണ്ടാന്ന് തന്നെയാണ് തീർത്തും പറഞ്ഞത്. സിനിമ വേണ്ട, കാര്യം തീർത്തും അതിലേക്ക് നമ്മൾ മാറിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ കരിയർ നന്നായിട്ട് വരുമോ ഇല്ലേ, ഇത് പ്രൊഫഷനായിട്ട് എടുത്താൽ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളൊരു ഫീൽ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ഒരു സന്തോഷത്തിൻ്റെ, മിനി സ്ക്രീനിൽ ഞാൻ ചെയ്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ × 100 ആയിരുന്നു. ഞാൻ സിനിമയിലേക്ക്, ആ ബിഗ് സ്ക്രീനിലേക്ക് വന്ന് ഞാൻ ആ ക്യാരക്ടർ ചെയ്ത് എനിക്കത് റിലീസായി, എനിക്ക് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ ഒരു അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത് ഇതാണ് എൻ്റെ വഴി ഇതാണ്. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ എനിക്ക് വേറെ ഒന്നിലേക്കും മാറാൻ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല വേറെ. വിശേഷം കേൾക്കുമായിരുന്നു. ശരിക്കും എങ്ങനെ അന്ന പറയുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പാട്ടുകൾ ഒരു പാട്ട് നല്ല കിടിലം പാട്ട് പാടി ഇപ്പൊ പ്രഷറിലൊക്കെ എത്തിക്കുകയാണല്ലോ അല്ലേ? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സന്തോഷം. എനിക്കും ആസ് എ സിംഗർ ഒത്തിരി എന്താ പറയാ എക്സ്പെരിമെന്റ് ചെയ്യാനും പുതിയതായിട്ട് ട്രൈ ചെയ്യാനും പറ്റിയൊരു പാട്ടായിരുന്നു.
ഇതുവരെ ആരും ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് തന്നിട്ടില്ല. സോ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ടു അരുൺ ചേട്ടൻ ആൻഡ് ഹോൾ ടീം കർണിക. അപ്പം ഈ ഒരു പാട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഫീഡ്ബാക്സ് ഒക്കെ കിട്ടി. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഞാനും വെയിറ്റിംഗ് ആണ്. ശരിക്കും പറയാ അന്നയെ നമുക്കറിയാൻ പറ്റുന്നത്, അന്ന എന്നുള്ള ശബ്ദം നമ്മൾ ഫസ്റ്റ് കേൾക്കുന്നത് KGF-ലെ ആ പാട്ട് ഇറങ്ങുമ്പോഴാണ്. ഇപ്പൊ ഒരു പാട്ടുകാരെ 2 പാട്ടുകാരെയാണ് ഇപ്പൊ സിനിമയും ചോദ്യങ്ങളൊക്കെ അതിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കാൻ പറ്റും രണ്ടുപേരുടെ. രണ്ടുപേരുടെ അല്ല, അന്നയുടെ പാട്ട്, എന്റെ പാട്ടല്ല. നല്ല പാട്ടുകാരി ഈ പറഞ്ഞ അയ്യോ അങ്ങനൊന്നും പറയരുത്. അന്നയുടെ പാട്ട് കേൾക്കാനാണ് ഞാൻ വേണ്ടിയിരിക്കുന്നത്. അന്ന പാടും അന്ന. അത് ആദ്യം തന്നെ പാടാം, അത് കഴിഞ്ഞിട്ട് അത് പാടിക്കാം. ഞാൻ കർണികയിലെ തന്നെ പാട്ട് ആദ്യം പാടാം. കോവിലാമെൻ്റെ ഉള്ളിലെ നിന്റെ രൂപമേ കൊന്നു സാന്ത്വനം അമ്മേ, മാന്യമായ എൻ്റെ നോവുകൾ നിന്റെ കൈകളിൽ കോർത്തു നൽകിടാം അമ്മേ. നാലമ്പലത്തിൽ മൺചിരാതിൽ ദീപാർച്ചനയ്ക്കായി തിരിതെളിക്കാൻ അടിയന്നൊരിടമേക്ക് നീയും ആനന്ദവരദായിനി. അടിപൊളി. ശരിക്കും ഫ്രൈസ് വൈസ് കേൾക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. സോ മച്ച്. ഇനി അതേ ഫീലോട് ഞങ്ങൾക്ക് ഒരു പാട്ട് കൂടെ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോലെ ഒരു പാട്ട് എനിക്കങ്ങനെ പാട്ടൊന്നും അറിയില്ല. ഒരെണ്ണം, ഒരു മൂളിപ്പാട്ട്, ഒരു ബാത്റൂം സോങ് പോലും പാടിയിട്ടില്ല ഇതുവരെ. ചുമ്മാ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ചുമ്മാ മുളിയാ മതി. ഞാൻ മുളിയെ ശരിയാത്തില്ല. ഞങ്ങൾ ഏറ്റുപിടിച്ചോളാം. അല്ല, വരികൾ അറിയുന്നത് ഉരുകത മാത്രമേ ഉള്ളൂ, ഇന്നൊന്നും വരി അറിയില്ല. ഏറ്റുപിടിക്കത്തില്ലേ? പിന്നെ തങ്കമുരുകതേ അങ്കക്കായതേ വെക്കമുടയതേ മുത്തം തുടരതേ സൊക്കി താരി പോകിരേനെ മാമ കൊഞ്ചം നാളായി മുരുകതേ മരുകതേ ഒരേ പാവയാലേ ഉലകമേ സുഴലുതേ ഒന്നെ പാത്തതായേ. എനിക്കെപ്പോഴും സിംഗേഴ്സിന്റെ അടുത്തുനിന്ന് ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആ മൂഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആള് തന്നെ പാടിയത് എന്തൊരു രസമാണ്. അല്ല, ഞാനിത് കവർ പാടിയിട്ടുള്ള പാട്ടാണ്, കവർ സോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ സൂപ്പർ. എന്തോ വേണം പിന്നെ. അല്ല, അതിപ്പോ ആരും പ്രത്യേകിച്ച് പറയണ്ട, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നല്ലൊരു ആക്ട്രസ് ആണ്, നല്ലൊരു സിംഗർ ആണ്. ഇനി വേറെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞോ. നല്ല ആങ്കർ ആയിരുന്നു. ഇപ്പോഴും ആണ്. എന്തായിരുന്നു എന്ന് പറയാനായിട്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഇതിന്റെ ഹിസ്റ്ററീസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പടങ്ങൾ തമിഴിലായാലും ശരി മലയാളത്തിലായാലും ശരി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾക്ക് ഒരു ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വരാലിലാണെങ്കിൽ പോലും അവസാനം പറയുന്ന ഒരു ഡയലോഗുകളൊക്കെ ഉണ്ട്. അത് ശക്തമായിട്ട് ഏതൊരു ഫീമെയിലിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവര്, ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു സിനിമ. അപ്പോൾ കണ്ടിട്ട് ഇറങ്ങിയവരൊക്കെ ആ റിപ്ലൈ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതേപോലത്തെ അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാമോ കുറേ ഇഷ്ടം? എനിക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ ഒട്ടും ഇഷ്ടമില്ല ഉള്ള ഒരാളല്ല ഞാൻ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നില്ല, പല പല ജോണറിലുള്ള പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നതൊന്നും ഇല്ല. ഒരേ സാധനം ചെയ്താൽ മടുത്തോവില്ലേ? പിന്നെ അതാണ് ഈ ഇൻഡസ്ട്രിയുടെ എല്ലാവരും പറയുന്നത്, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളത്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക വേണ്ട. എനിക്ക് പല പല ജോണർ ചെയ്യാൻ. ഇനി ഒരു പടം മലയാളത്തിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനത്തെ ഒരു ചുമ്മാ ഒരു ആഗ്രഹം, എങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇന്നൊന്നും ഇല്ല, എനിക്ക് ഇന്നതെന്ന് പറയാനില്ല. എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ സിറ്റുവേഷൻ കോമഡിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ വന്നാൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം KSF-യുടെ ആഡ്, എബ്രിഡ് ഷൈനേട്ടനാണ് എന്നെ KSF-യുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അത് നാഗവല്ലിയായിട്ട് ഇങ്ങനെ അപ്പോൾ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഷൈനേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ഇത് അതിൻ്റെ ഒരു സ്പൂഫ് പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ സാധനം ചെയ്യാൻ പറ്റൂല, കാര്യം അങ്ങനെ ക്ലാസിക്കാണ്. അതിനെ എടുത്തിട്ട് ആൾക്കാർ ചീത്ത പറയും, ഭയങ്കര ട്രോളി കൊല്ലും.
അപ്പോൾ അതേ സീക്വൻസ് എടുത്തിട്ട് അതുപോലെ നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ശരിയാവില്ല, അല്ല എന്ത് ധൈര്യത്തിൽ നിങ്ങൾ എന്നെ വിളിച്ചേ എന്ന് പറഞ്ഞു. പ്രിയങ്ക ഒരു ആക്ട്രസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പെർഫോമറാണ്, അതുകൊണ്ട് ചെയ്യും എന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം അതിൻ്റെ ഒരു കോമിക്കൽ വേർഷനായിട്ടാണ് അതുള്ളത്. അത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഫീലുണ്ട്, ഓക്കെ എനിക്ക് അത് ചെയ്യാൻ പറ്റും. ഐ മീൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമർ. അപ്പോൾ അത്തരത്തിലുള്ള ജോണർ എന്നെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഷൈനേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു മുഴുനീള സിനിമ എന്നെ അങ്ങനെ ആലോചിക്കുമായിരിക്കുമോ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തനിക്കത് വർക്കൗട്ട് ആവും എന്നുള്ളത് എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം മാത്രമാണ്. അപ്പം അത് ആ ഒരു സാധനം, ആ ഒരു KSFEയുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് ഞാൻ അങ്ങനെ ഉള്ളൊരു ജോണർ ചെയ്തിട്ടുള്ളത്. സംഭവിക്കട്ടെ. അല്ല എനിക്ക് വരാത്ത ജോണർ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ളത് എനിക്ക് സ്ട്രോങ് ക്യാരക്ടേഴ്സ് വരാറുണ്ട്, നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടേഴ്സ് പലപ്പോഴും ഇപ്പോൾ 12th മാൻ അതെ അങ്ങനെയുള്ളത് വരാറുണ്ട്. പിന്നെ സങ്കടവും ദാരിദ്ര്യവും പിന്നെ നമ്മുടെ മുഖമുദ്രയാണ്, ഇതെല്ലാം വരാറുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പലപ്പോഴും വരാറുണ്ട്. വരാത്തൊരു ജോണർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പം ലൈഫ്സ് എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ കരിയറിലായിട്ട്. ശരി, നമ്മളിപ്പം അതിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ, ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടപ്പെട്ട എന്തൊക്കെയോ നമ്മളെ നഷ്ടപ്പെടുമെന്ന്. എപ്പോഴും അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മളെക്കാളും അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് നമ്മളുടെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ എഫേർട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറ്റാത്ത, അതല്ലെങ്കിൽ ഒരുപാട് അത്രയുമൊന്നും എത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ വന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരിയും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ച പോലെ എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് വിചാരിച്ച പോലെ എത്താൻ പറ്റിയില്ല, നമ്മൾ പുറ്റും ചെയ്യണ എഫേർട്ട് എവിടെയോ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് കുറച്ച് എഫേർട്ട് എടുത്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ എത്രയോ ടൈംസ് നമ്മൾ എഫേർട്ട് ഇട്ടാലായിരിക്കാം അതിൻ്റെ റിസൾട്ട് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിൽ കിട്ടത്തില്ല, കുറേ കൂടെ കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും. എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നാൽ മതി. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഡെഫിനറ്റ്ലി അത് നമ്മളിലേക്ക് എത്തും. സെയിം അല്ല, ഞാൻ സെയിം എന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് ചേച്ചി പറഞ്ഞ വളരെ ശരിയാണ്. ബിക്കോസ് എന്നോട് പലരും ചോദിക്കാറുണ്ട്, KGFൻ്റെ പാട്ട് വന്നപ്പോൾ ഇത്ര നാളായല്ലോ ലൈക്ക് ശ്രദ്ധിക്കപ്പെടാതിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അത്രമേൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മളിലേക്ക് അത് വന്നു ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളെ കമ്പയർ ചെയ്യുന്ന കാര്യമോ അങ്ങനെയൊന്നും, എല്ലാവർക്കും ഓരോ ടൈം ഓരോ സമയമുണ്ട്. പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഗിവപ്പ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്ര പാഷനേറ്റ് ആണെങ്കിൽ നമ്മൾ ഗിവപ്പ് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ. രണ്ടുപേരോട് ചോദിക്കാം, ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് എന്താ? ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ഒരെണ്ണം മതി, ചുമ്മാ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത്. അത് എപ്പോഴും ഒന്നേ വരുള്ളൂ, എൻ്റെ കുഞ്ഞ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം നിൽക്കുന്നത് അത് എനിക്ക് എൻ്റെ കണ്ണിലേക്ക് വരുന്ന ഒരു 4 കാര്യങ്ങളേ വരുള്ളൂ. അത് എൻ്റെ പാരൻസ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ കരിയർ, സിനിമ. എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇതാണ്, എൻ്റെ ലോകം. പിന്നെ അതിനെ ചുറ്റിയാണ് എല്ലാം വരുന്നത്. ഇങ്ങനെ ചോദിക്കരുത്, ബിക്കോസ് ഇതൊക്കെ ലൈക്ക് ഞാനൊരു അമ്മയാണ്, 2.5 വയസ്സുള്ള മോളെ എനിക്കുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ കൊച്ചിൻ്റെ മുഖം, പിന്നെ എൻ്റെ മ്യൂസിക് ഫാമിലി. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറെ കാര്യം. നമ്മളിത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് രണ്ടിനോടും അത്രമേൽ താല്പര്യം ഉള്ളതുകൊണ്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടക്കുകയാണ് എല്ലാം. അപ്പോൾ ഫാമിലി ആൻഡ് മ്യൂസിക്കാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏത് പോയിന്റിൽ കുറവ് വന്നാലും അത് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഡൗൺ ആകുമ്പോൾ ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടുമല്ലോ അല്ലേ. നമ്മൾ കർണികയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ശരിക്കും ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം ഫസ്റ്റ് എനിക്ക് മണിച്ചിത്രത്തെ ആ മനയും ആ സീൻസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ആ സിനിമയാണ് മൈൻഡിലേക്ക് വന്നത്.
ശരിക്കും ഇങ്ങനത്തെ ഒരു ജോണർ നിങ്ങളുടെ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഇത് അങ്ങനെ കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ടോ, തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? അങ്ങനല്ല, അത് നിങ്ങൾക്കത് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ അതിലൊരു കഥാപാത്രത്തിൻ്റെ ഒരു രൂപം ഒക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ആ കഥയുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാമ്യതകളൊന്നുമില്ല. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ജോണറാണ്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറേയധികം പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തിക്കാനുള്ള കുറേയധികം എലമെന്റ്സ് ഉള്ള ഒരു സിനിമയായിരിക്കും. ലൈഫിൽ ഇപ്പം നമ്മുടെ കരിയറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ലൈഫിൽ ഓരോ സ്റ്റെപ്സ് അച്ചീവ് ചെയ്യുമ്പോഴും നമുക്കൊരു ഗോൾ ഉണ്ടാവുമല്ലോ. ഇന്ന ടീമിൻ്റെ കൂടെ ഒരു തവണ വർക്ക് ചെയ്തിരുന്നെങ്കിൽ, ഇന്ന ആളുടെ കൂടെ ഒരു വർക്കിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഞാൻ ഡ്രീം ചെയ്യല്ലോ. തനിക്ക് അങ്ങനെ ഡ്രീം എന്തെങ്കിലും? എനിക്ക് ഒത്തിരി ഡ്രീമുണ്ട്, പലതും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഡ്രീമുണ്ട്, അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്യും. ഒരു ഡ്രീം നടക്കാൻ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പറഞ്ഞു. നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും നമ്മൾ പറയരുത്, നമ്മളത് ചെയ്തിട്ട് വേണം പറയാൻ. ഒരു വിധത്തിലും അല്ല, അങ്ങനെയില്ല. നമ്മളെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയാനുള്ളതല്ലേ. നമ്മൾ പരിശ്രമിച്ച് അതിലേക്ക് എത്തണം. നമ്മൾ ആഗ്രഹിക്കും, എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും. നമ്മളത് എത്താൻ പോവും, മറിഞ്ഞു വീഴും, പിന്നെ ട്രൈ ചെയ്യും, എത്താൻ പോവും, മറിഞ്ഞു വീഴും, പക്ഷെ എത്തിപ്പിടിക്കും. അപ്പോഴത്തേക്ക് നമ്മളെ ഡ്രീം അത് ടി.വി. ചന്ദ്രൻ സാറിൻ്റെ പടം. ഞാൻ മങ്കമ്മ അതായത് ഞാൻ പറഞ്ഞല്ലേ, യുവാനിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം കണ്ടിരുന്നു. അപ്പോൾ ചന്ദ്രൻ സാറിനെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ദൂരെ മാറി നിന്നൊക്കെ അത്രയും വലിയൊരു ലെജൻഡ് അല്ലേ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും സാറിനെ, അപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സാറിനെ ഇൻ്റർവ്യൂ ചെയ്യണം. ഇതാണ് ഒരു ആഗ്രഹം. അഭിനയിക്കണം എന്നൊന്നും നമ്മുടെ ചിന്തയിലില്ല. എപ്പോഴെങ്കിലും സാറിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ എനിക്ക് പോയിട്ട് അങ്ങനെ സംസാരിക്കാനുള്ള, അപ്പോൾ എനിക്ക് അത്രയൊന്നും, അന്ന് ചെറിയ കുട്ടിയാണ്, അതൊന്നും തോന്നിയിട്ടില്ല. ഞാൻ മലയാള സിനിമ ചെയ്തു തുടങ്ങിയ സമയത്താണ് ചന്ദ്രൻ സാറിൻ്റെ പടത്തിലേക്ക് ഒരു വിളി വരുന്നത്. ഒരാഴ്ച 2 ആഴ്ച മുന്നെയാണ്. മങ്കമ്മയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആ സിനിമ കാണുന്നു, അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എപ്പോഴെങ്കിലും ചന്ദ്രൻ സാറിൻ്റെ പടത്തിൽ ഒരു സീനെങ്കിലും അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അതൊരു ഭയങ്കര ആഗ്രഹമാണെന്ന് പറയുമ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കാതെ ഈ സിനിമയിലേക്ക് വിളി വരുന്നത്. അപ്പോൾ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത്, സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞതെങ്കിൽ പോലും എന്നോ അറിഞ്ഞോ അറിയാതെ ഉള്ളിലേക്ക് കടന്നുകൂടിയതാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ, അപ്പം നമുക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും മനസ്സിൽ ചിന്തിക്കാൻ പറ്റില്ല. അതിലേക്ക് എത്തിയില്ലേ. പലതും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും പല കാര്യങ്ങളും എനിക്ക് അവിടേക്ക് എത്താറുണ്ട്. പലതും ഞാൻ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചാലും എത്താറില്ല. ചിലത് കുറേ കഠിനാധ്വാനം ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് എത്താറുണ്ട്. ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അവിടേക്ക് എത്താനുള്ള എന്തെങ്കിലുമൊക്കെ പാതകൾ നമ്മുടെ മുന്നിലേക്ക് പാതകൾ തുറന്നു വരും എന്നുള്ളതല്ല. അതിൻ്റെ ഒരു കാര്യം, നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടേക്ക് എത്തണം, ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കണം. ആ പാതകൾ തുറന്നു വരികയല്ല, നമ്മൾ തന്നെ അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് പലതും ഇങ്ങനെ പോകെ ഇങ്ങനെ സാധിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നും പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ട് നമ്മളറിയാണ്ട് നമ്മുടെ മനസ്സ് തന്നെ കണ്ടുപിടിക്കുന്ന വഴികളാണ് പലതും. അത്രമേലൊരു ആഗ്രഹത്തിൻ്റെ ബാക്കിയായിട്ടല്ലേ. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം നമ്മളിത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. നമ്മളൊരു കാര്യം ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്നു എന്ന് പറയണത് നമ്മളത് ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വഴികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു സമയം വേറെ ഒന്നുമില്ല, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അതിനുള്ള വഴി കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തിരിക്കും. ഒരു ക്യാരക്ടർ കിട്ടുക, ഒരു കഥ സ്ക്രിപ്റ്റ് വന്നിരിക്കട്ടെ, ഒരു കഥാപാത്രം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ കഥാപാത്രമായി മാറാനായിട്ട് എത്രത്തോളം ടൈം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് എപ്പോഴെങ്കിലും നോക്കാറോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കഥാപാത്രവും ഇപ്പൊ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് വരുവാണ്, ആ സ്ക്രിപ്റ്റിൽ ഇപ്പൊ ഈ സിനിമയിൽ ഈ കഥാപാത്രമാണെങ്കിൽ തന്നെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഓരോ കഥാപാത്രത്തിനും പല തരത്തിലാണ് കേട്ടോ. ചിലത് നമുക്ക് ഒത്തിരി ടൈം എടുക്കും. ഇപ്പൊ കർണിക എന്ന് പറയുന്ന ചില സിനിമകൾ നമ്മൾ കഥ കേൾക്കുമ്പോഴത്തേക്ക്, എല്ലാ സിനിമയും കഥ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ഇത് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്താൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നത്.
അപ്പം അതവിടെ ചെന്നിട്ട് ഇതിപ്പോൾ ഒരു ദിവസം കഥ കേട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് നമ്മൾ സിനിമ ചെയ്യുകയല്ലല്ലോ പിറ്റേ ദിവസം ചെയ്യുന്നത്. അത് ആ സ്ക്രിപ്റ്റ് വായിക്കും, പല ദിവസങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിക്കും, ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഈ കഥാപാത്രം മനസ്സിലൂടെ ഉണ്ടാകും. നമ്മുടെ എല്ലാ യാത്രകളിലും അവിടെ നിന്ന് ഈ ഒരു ക്യാരക്ടറിനൊപ്പമായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് സംവിധായകൻ സംസാരിക്കും, അല്ലെങ്കിൽ റൈറ്റർ സംസാരിക്കും. അത് ആ ഒരു മൊത്തത്തിലുള്ളൊരു യാത്രയിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ പിന്നെ എങ്ങനെയോ സംഭവിക്കുന്നതാണ്. നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് മേക്കപ്പ് ചെയ്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അവിടെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് എനിക്ക് ആ ക്യാരക്ടറിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ വേഷമൊക്കെ അഴിച്ചു വെച്ചിട്ട് പോകുന്നത് വരെ ആ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോകണം. അത് സംഭവിച്ചു പോകണമാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് എൻ്റെ സംവിധായകർ ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെ ചെയ്യാൻ പോകണം, ഈ ഒരു എങ്ങനെ എക്സ്പ്രഷൻ ചില സീക്വൻസ് എനിക്ക് എങ്ങനെയാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. കുഴപ്പമില്ല, അത് റോൾ ചെയ്തോളൂ, അതങ്ങ് വരും എന്ന് തോന്നാറുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല. അതങ്ങ് എൻ്റെ ഉള്ളിലറിയാം, ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്. എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു ഇമോഷൻ എല്ലാവരും പറയണതെല്ലാം സീൻ അറിയാം, പക്ഷെ അതങ്ങ് സംഭവിക്കാറുണ്ട്. പ്രോസസ്സാണത്. ഇച്ചാമണി MBA സുരേഷ് ഏട്ടനാണ് തുടക്കം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇത്? വലിയൊരു നടനാ വന്നേ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇപ്പോഴും കമ്മീഷണർക്കാണ് മൈൻഡിൽ ഇങ്ങനെ കറങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരാളെ നേരിട്ട് കണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്തായിരുന്നു? സുരേഷ് ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2003 2002 മറ്റോ 2002 ഞാൻ ദേശീയ ബാലതരംഗം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ സംഘടനയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പരിപാടികൾക്ക് അദ്ദേഹം വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ബന്ധമാണ് സുരേഷ് ഏട്ടനുമായിട്ട്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സിനിമ സുരേഷ് ഏട്ടനുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, ഒരു വലിയ നടൻ എന്ന് പറയുന്നത്, അന്നിങ്ങനെ കണ്ട് ഭ്രമിച്ച ഒരാളെന്ന് പറയുന്നത് സുരേഷ് ഏട്ടനാണ്. അപ്പോൾ ഒരു സ്റ്റാറിന് അപ്പുറത്തേക്ക് ഞാൻ കണ്ടൊരു നല്ല മനുഷ്യനും. അപ്പോൾ ചേട്ടനാണെങ്കിൽ എൻ്റെ ആദ്യ ചേച്ചിയാണെങ്കിൽ അന്ന് തുടങ്ങിയ ബന്ധമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സുരേഷ് ഏട്ടൻ്റെ കൂടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ചെയ്യാൻ പറ്റിയതൊക്കെ അതൊക്കെ ഒരു പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. എത്ര വലിയ നടന്മാരല്ലേ, എനിക്ക് ഓരോ ലെസൺസ് ആണ് പഠിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിൽ കൊച്ചിൻ ഹനീഫൊക്കെ ഉണ്ടായിരുന്നു, അഭിചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരാരും ഇപ്പൊ നമ്മളുടെ കൂടെ ഇല്ല. മലയാള സിനിമയുടെ വലിയൊരു നഷ്ടം. കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ആ സിനിമയില്. എനിക്കൊന്ന് സിനിമയുടെ ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഓരോ ചരിത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പോയാൽ പോലും നമ്മൾ ചെയ്തു വെച്ച വർക്കുകൾ തീർച്ചയായിട്ടും സിനിമയുടെ ഒരു മാജിക്കാണത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മാജിക്കുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമ ആയിരിക്കും എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹം. ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഒരുപാട് പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമില്ലേ? പിന്നില്ലേ, ഞങ്ങൾക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് വർക്കുകൾ നിങ്ങളുടെ കഥാപാത്രങ്ങളായി എന്നും ഓർക്കാൻ സാധിക്കട്ടെ. ഈ സിനിമ വലിയ സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തുന്നതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു.